ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് പറപ്പൂക്കാവിൽ പൊങ്കാലിടാൻ പോയി എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അത് കാരണം ഞാൻ നേരത്തെ എണീറ്റിട്ട് പോയി. ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പോയി. ഒരു പണിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫുഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും വിജയശേട്ടനും ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് മക്കളേനെയും കൊണ്ട് അവിടുത്തെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-2:30 ആകുമ്പോഴാണ് വീട്ടിലെത്തിയത്. അതിനുശേഷം ഞാനൊരു 4 മണി വരെയൊക്കെ അവിടെ ഇരുന്നു. എനിക്ക് നല്ല ചൂടല്ലേ, അപ്പോൾ വയ്യാന്ന് തോന്നിയപ്പോൾ അവിടെ ഇരുന്നു. അതിനുശേഷം ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ കുറേ പണികളുണ്ട്. അടിച്ചു വാരണം, തുടയ്ക്കണം, മിറ്റടിക്കണം, പിന്നെ മിറ്റത്തുള്ള കരടുകളൊക്കെ കത്തിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ വേസ്റ്റൊക്കെ തരംതിരിച്ചിട്ട് പേപ്പർ വേസ്റ്റ് മാറ്റിയിട്ടും ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ കത്തിച്ച് കളയുക. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഫുഡും ഉണ്ടാക്കണം. അപ്പോൾ ചോറ് വേണ്ട, ചപ്പാത്തി ഉണ്ടാക്കാൻ മതി എന്ന് പറഞ്ഞു വിജയശേട്ട. അപ്പോൾ ഞാൻ ചപ്പാത്തി മുട്ടക്കറി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോഴേക്കും മഴക്കാരുണ്ട്. ഏതാണ്ട് ഉച്ച തൊട്ട് തന്നെ നല്ല മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോഴേക്കും വേഗം അതൊക്കെ അടിച്ചു വാരി തുടക്കൽ കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയ മുറ്റത്തൊക്കെ അടിച്ച് വേസ്റ്റൊക്കെ കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരി തുടക്കലും അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ആഴ്ചയിലൊരു ദിവസമല്ലേ എനിക്ക് ഈ ലീവുള്ളൂ. അപ്പോൾ അന്നാണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ വെറുതെ ഒന്ന് അടിച്ച് തുടയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. അടുക്കളയും ഒക്കെ തുടച്ചു, അടുക്കളയും തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചു. അതിനുശേഷം ഞാൻ മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള ചേച്ചി വന്നു. അപ്പോൾ ആ ചേച്ചിയായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നിന്നു. ഞാൻ അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ നെറ്റിയുടെ അവിടെ ഒരു കളറ് കണ്ടപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ കുറേ നാളായി അതാ അവിടെ ഉണ്ട്, അങ്ങനെ ഒരു കളർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പോയതിന് ശേഷം ഞാൻ ചെടികളൊക്കെ നനയ്ക്കുകയാണ്. കുറച്ച് ചെടികളുണ്ട്, അപ്പോൾ അതൊക്കെ നനച്ചു. നല്ല വെയിലല്ലേ, അപ്പോൾ വെയിലത്ത് അതൊക്കെ വാടി നിൽക്കുന്നത് കണ്ടപ്പോൾ വേഗം അതൊക്കെ നനച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ മിറ്റടിയൊക്കെ പിന്നെയും തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഓരോ ഭാഗത്ത് നന്നായി കരടുണ്ടായിരുന്നു. ഈ പഠിക്കുമ്പോൾ കരടില്ലാത്തത് നോക്കണ്ട, പക്ഷേ ആ റോഡിൻ്റെ സൈഡിലും എല്ലായിടത്തും തേക്കിൻ്റെ ഇലയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചു വാരി കത്തിച്ചു. അപ്പോൾ ബാക്കിലാണ് ഇപ്പോൾ അടിക്കണത്. ബാക്കിലടിച്ച് ബാക്കിലും വേസ്റ്റുകളും കത്തിച്ചു. അതിനുശേഷം എനിക്ക് വേസ്റ്റൊക്കെ അടുക്കളയിലത്തെ വേസ്റ്റൊക്കെ മാറ്റി അതിലത്തെ കവറുകളൊക്കെ മാറ്റി വെച്ചിട്ട് അതിലത്തെ വേസ്റ്റുകളും കത്തിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കത്തിക്കാനുള്ളതൊക്കെ കത്തിച്ചു. നന്നായിട്ട് ചമ്മലി ഉണ്ടായിരുന്നു, അതൊക്കെ കത്തിച്ച് വന്നപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വയ്യാണ്ടായി. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫ്രിഡ്ജിൽ ചെറുനാരങ്ങ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ മിച്ചറും പിന്നെ അവലൂസ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ കാലത്തത്തെ പാത്രങ്ങളും പിന്നെ ചായ വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെച്ചു. അപ്പോൾ വൈകിട്ടത്തേക്ക് മുട്ടക്കറിയും ചപ്പാത്തി ആവാമെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും ഞാൻ വേഗം കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം മേല് കഴുകാൻ പോയി. മേല് കഴുകി വിളക്ക് വെക്കണ്ടേ. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും നന്നായി മഴ പെയ്ത് തുടങ്ങി. പിന്നെ കറണ്ട് പോയി വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചു. മുട്ടക്കറി ഉണ്ടാക്കണതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ട് അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച് കഴിയുമ്പോഴേക്കും കറണ്ട് പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നു. അതിനുശേഷം കറണ്ട് വന്നപ്പോഴാണ് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ശരിയായി. അപ്പോൾ ഇതാണ് ചപ്പാത്തിയുടെയും മുട്ടക്കറിയുടെയും ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. നാളെ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ കിടന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം. എന്നാലാണ് എനിക്ക് തുടർന്ന് വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ട്ടാ.